വേനൽ ചൂടിനെ പ്രതിരോധിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ച് 3 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതാണ്. പണി വരുന്നുണ്ടവറാച്ച. എല്ലാ SHOമാർക്കുമാണ് നിർദ്ദേശം. താൻ പറഞ്ഞ പണി വന്നു. ഇത് നമുക്കൊരു ഗപ്പിനുള്ള പണിയാണ്. ഹീറ്റ് ആക്ഷൻ പ്ലാനിന്റെ ഭാഗമായി തിട്ടൂരം ഇറക്കിയത് മാത്രമേ ഏമാൻ ഓർമ്മയുള്ളൂ. കീഴുദ്യോഗസ്ഥർ പോലീസ് ഗ്രൂപ്പുകളിലിട്ട് അലക്കുകയാണ് ടിയാന്റെ സർക്കുലർ. മുരുക പാർട്ടി ഇടുക. പാക്കിക്കുള്ളിലെ കലാകാരന്മാരിൽ ഒരാൾ ഈ സർക്കുലറിനെ പരിഹസിച്ച് വാട്സപ്പ് ഗ്രൂപ്പിലിട്ട കോമഡി റിപ്പോർട്ടാണ് വ്യാപകമായി ഷെയർ ചെയ്യപ്പെടുന്നത്. എന്നെ പോലുള്ള നീചന്മാരോട് പൊരുതി നിൽക്കാൻ പറ്റില്ല സക്കീർ ഭായി. നിങ്ങൾക്ക് എന്താ പറ്റൂ? അതിങ്ങനെ സൂര്യനോട് മയത്തിൽ പെരുമാറാൻ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അബ്സ്കോണ്ടിംഗ് ആയ വരുണദേവനായി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി. സംഗതികൾ ആകെ അവതാളത്തിലായെന്നാ തോന്നുന്നു. ഞാനൊരു ചായ കുടിക്കാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതാ. തിരിച്ചു ചെന്ന് നോക്കുമ്പോ വീടിന്റെ മുറ്റത്തൊരു പോലീസ് ജീപ്പ് കിടക്കുക. ഞാൻ ജീവൻ കൊണ്ട് ഓടി. അവധിയിൽ പോയ വായുദേവനോട് ലീവ് ക്യാൻസൽ ചെയ്ത് എത്രയും വേഗം ജോലിക്ക് റിപ്പോർട്ട് ചെയ്യാൻ നടപടിയെടുത്തിട്ടുണ്ട്. അങ്ങോട്ട് ചെന്ന് എസ്കോട്ട് വന്ന വല്ല പോലീസുകാരൻ വായിച്ചെന്ന് വെട്ടാ പോയില്ലേ? അതും ശരിയാണ്. എന്റെ ഈശ്വര, ഈ കോമ്പൗണ്ടിനകത്ത് ഒരു പോലീസുകാരൻ കയറില്ലേ? ജൂറിസ്ഡിക്ഷനിൽ ആവശ്യമായ മഴ സപ്ലൈ ചെയ്യാൻ ദേവേന്ദ്രന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം. തന്റെ കാര്യം ഞാൻ ഏറ്റു. സംശയിക്കില്ല, ഞാൻ ഏറ്റു. ദേവേന്ദ്രൻ ഡ്യൂട്ടിയിൽ കയറും വരെ വരുണിന്റെ സേവനം ആവശ്യപ്പെട്ട് DTARലേക്ക് മെസ്സേജും അയച്ചു. കുടയും വാട്ടർ ബോട്ടിലും ഇല്ലാതെ പൊതുനിരത്തിൽ ഇറങ്ങുന്നവരെ പ്രിവെന്റീവ് അറസ്റ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകി. ഇതിനായി ഫുഡ് പട്രോൾ, മൊബൈൽ പട്രോൾ, പിക്കറ്റ് പോസ്റ്റുകൾ ഏർപ്പെടുത്തി നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. സാറേ, വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. പ്രായോഗികമല്ലാത്ത സർക്കുലർ ഇറക്കുന്ന മേലുദ്യോഗസ്ഥർ ജാഗ്രത. നിങ്ങളെ റോസ്റ്റ് ചെയ്യാൻ കാത്തിരിക്കുകയാണ് സേനാംഗങ്ങൾ. സാറ് പറഞ്ഞ ഡയലോഗും ഞാനൊരു കൗണ്ടർ പഞ്ച് ഡയലോഗ് പറഞ്ഞ് അതിന്റെ പേരിൽ സാറിന് എന്റെ മേലെ കയറി പൊങ്കാലിടാനല്ലേ? അത് വേണ്ട സാറേ.